ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് റോസുട്ടീൻ്റെ സ്കൂൾ ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ആയി. രാവിലെ തൊട്ട് പോകണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ കുറച്ച് വെയിലൊക്കെ അറിയിട്ട് മെല്ലെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എജുമാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എജുമാർട്ടിലും പോകണം, SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലും പോകാനുണ്ട്. അപ്പം റോസൂട്ടി ഞാനും കൂടെയാണ് പോകുന്നത്. അപ്പം സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് കാര്യങ്ങളെല്ലാം നമുക്കിന്ന് വാങ്ങിയിട്ട് വേണം തിരിച്ചു വരാൻ. ഓക്കെ, അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം, എന്തൊക്കെയാണ് വാങ്ങുന്നത് കാര്യങ്ങളെല്ലാം. ഓക്കെ, കാണാം. ഞാനും റോസുട്ടിയും കൂടി ആദ്യം SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നാടൻ കുടകൾ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റോസുട്ടിക്കൊരു കുടയും എനിക്കൊരു കുടയും കൂടി വാങ്ങി. അതിനുശേഷം നമ്മൾ കലന്തൻസ് കയറിയിട്ട് ഐസ്ക്രീമും ജ്യൂസൊക്കെ കുടിച്ച് നേരെ അവിടുന്ന് എജുമാർട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എജുമാർട്ടിൽ പോയത് മെയിനായിട്ട് നോട്ട് ബുക്സ് വാങ്ങാനായിട്ടായിരുന്നു. റോസുട്ടിയുടെ ക്ലാസ് ഗ്രൂപ്പിൽ ടീച്ചർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയത് കൊണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നോട്ട് ബുക്സ് അവർക്ക് എടുത്തു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നോട്ട് ബുക്സ് എടുത്തതിന് ശേഷം അത് പൊതിയാനുള്ള പേപ്പർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രൗൺ ആയിരുന്നു വാങ്ങിയത്, ഈ പ്രാവശ്യം വൈറ്റ് കളറിലുള്ള ഷീറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 റോൾ എടുത്തു. നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിൽ പോകുമ്പോൾ നമ്മുടെ മക്കളെയും കൂടി കൂടെ കൂട്ടുകയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കണ്ട റോസുട്ടിയുടെ ഇരിപ്പുണ്ട്, അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരത് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കതിൽ വേണ്ട ഗൈഡൻസ് കൊടുക്കാം, നല്ലതും ചീത്തയും നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രം. അപ്പോൾ റോസുട്ടി ഞാൻ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എജുമാർട്ടിൽ നിന്ന് വാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ കുട്ടികളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറയണം നമ്മൾ പോകുന്നത് എന്തിനാണെന്നും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ എന്നും നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ അവരെല്ലാ സാധനങ്ങളും വാരി വലിച്ച് വാങ്ങാനായിട്ടൊന്നും നിൽക്കില്ല. റോസുട്ടി ഇപ്പോൾ നോക്കുന്നത് ഇറേസറും ഷാർപ്നറും ഒക്കെയാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, ഇത് യൂണിക്കോണിൻ്റെ ഒരു ഷാർപ്നറാണ്. പിന്നെ ഇറേസർ അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ്. അപ്പോൾ അവൾ അതിൽ നിന്ന് ഒരു പാക്കറ്റ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷം കിട്ടണമെന്നില്ല. അപ്പോൾ അവർ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്കിതുപോലെ കളർ പേപ്പർ വേണമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ബണ്ടിലായിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഒരു ബണ്ടിൽ വാങ്ങി വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ബണ്ടിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രയോൺസ് വേണമെന്ന് ടീച്ചർ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രയോൺസ് നല്ല കട്ടിയുള്ള, അത് പെട്ടെന്ന് പൊട്ടാത്ത രീതിയിലുള്ള ക്രയോൺസ് ഒരു പാക്കറ്റ് വാങ്ങി. പിന്നെ A4 ഷീറ്റ് എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുണ്ടാവും, നമുക്കും ആവശ്യമുണ്ടാവുമല്ലോ. വർക്കിംഗ് വുമൺ ആയിട്ടുള്ള അമ്മമാർക്കും ഒക്കെ ആവശ്യമുണ്ടാവും, എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബണ്ടിൽ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോട്ട് ബുക്സ് ആവശ്യാനുസരണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പൊതിയാനുള്ള ഷീറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിൻ ചെയ്യാനുള്ള സ്റ്റാപ്ലറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പിന്നെ റോസുട്ടിക്ക് ഒരു കത്രിക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് ഈ പേപ്പർ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കത്രിക അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എജുമാർട്ടിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ബാക്കി സാധനങ്ങൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്ത് വിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് വാങ്ങണം ബാഗ്. പിന്നെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് അത്യാവശ്യമുള്ളതായതുകൊണ്ടും ബുക്കൊക്കെ നേരത്തെ തന്നെ പൊതിഞ്ഞ് വെക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വാങ്ങുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.